ഓം ശാന്തി 2/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ദേഹി അഭിമാനിയാകൂ, എങ്കിൽ വികൽപ്പം സമാപ്തമായി തീരും. ഒരു കാര്യത്തിനോടും പേടി തോന്നില്ല. നിങ്ങൾ വിഷമിക്കുന്നതിൽ നിന്ന് മോചിതരായി തീരും. നാം ആത്മാഭിമാനി ആകുന്നതിനുള്ള പ്രാക്ടീസാണ്, പരിശീലനമാണ് ചെയ്യുന്നത്. ഈ പരിശ്രമം ചെയ്യുന്നതിലൂടെ എന്താണ് ഫലമുണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ബാബ പറയുന്നത്. ആദ്യമായി വികൽപ്പം സമാപ്തമാകും. അതായത് ശരീരബോധത്തിന് അധിഷ്ഠിതമായ അല്ലെങ്കിൽ വികാരങ്ങളുടെ പ്രഭാവമുള്ള ചിന്തകൾ സമാപ്തമാകും. എത്രത്തോളം ആത്മാവെന്ന് മനസ്സിലാക്കുന്നുവോ അത്രയും ആത്മാവിൻ്റെ നിജ സംസ്കാരം ഉയർന്നു വരുന്നു. അതായത് സ്നേഹം, സന്തോഷം, ആനന്ദം, പവിത്രത, ശക്തി, സ്നേഹം, ജ്ഞാനം, ഇവയ്ക്ക് നാം മുൻതൂക്കം കൊടുക്കുന്നു. മറ്റ് വികാരങ്ങളുടെ ഛായയുള്ള അല്ലെങ്കിൽ പ്രഭാവമുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നു. രണ്ടാമത്തേത്, നമ്മൾക്കൊരു കാര്യത്തിലും പേടി തോന്നില്ല. കാരണം നമ്മൾ ആത്മാവാണ്. എന്തും സംഭവിക്കുന്നത് ശരീരത്തിനായിരിക്കും, ആത്മാവിനല്ല. ഇനി ശരീരത്തിന് തന്നെയും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഡ്രാമയെക്കുറിച്ചുള്ള അറിവും നമ്മൾക്കുള്ളത് കാരണം പേടി ഒരിക്കലും വരില്ല. കാരണം ഡ്രാമയിൽ എന്ത് നടക്കുന്നുവോ അത് മംഗളകാരിയാണ്, നമുക്കും സർവർക്കും. ഈ അറിവുള്ളത് കാരണം നമ്മൾക്കൊരിക്കലും പേടിയും ഉണ്ടാകില്ല, ഒപ്പം ഒരു കാര്യത്തിലും വിഷമവും ഉണ്ടാകില്ല. അതിന്ന് ബാബ പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ്. നമ്മൾ വിഷമങ്ങളിൽ നിന്നും മോചിതരായി തീരുന്നു. അതിനാൽ ആത്മ അഭിമാനി ആകണം. ചോദ്യം: പുതിയ വൃക്ഷത്തിൻ്റെ അഭിവൃദ്ധി ഏത് തരത്തിൽ നടക്കുന്നു, എന്തുകൊണ്ട്? ഉത്തരം: പുതിയ വൃക്ഷത്തിൻ്റെ അഭിവൃദ്ധി വളരെ പതുക്കെ പതുക്കെ പേൻ മുന്നോട്ട് നീങ്ങുന്നത് പോലെയാണ്. ഏതുപോലെ ഡ്രാമയും പേൻ മുന്നോട്ട് പോകുന്നത് പോലെയാണ്, ഇതുപോലെ ഡ്രാമ അനുസരിച്ച് ഈ വൃക്ഷവും പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപ്തമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിൽ മായയുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നു. കുട്ടികൾക്ക് ആത്മാഭിമാനി ആകുന്നതിൽ പരിശ്രമം വരുന്നു. ആത്മാഭിമാനി ആകുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ടാകും. സേവനത്തിലും അഭിവൃദ്ധി വരും. ബാബയെയും സമ്പത്തിനെയും ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ തോണി അക്കരെ എത്തും. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ അഭിവൃദ്ധി പതുക്കെയാണ് നടക്കുന്നത്. ഏതുപോലെ ഒരു സാധാരണ വൃക്ഷവും പതുക്കെ പതുക്കെയാണ് വളരുന്നത്, ഒരു ദിവസം കൊണ്ട് വളർന്നു പൊങ്ങില്ല. അതുപോലെ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷവും പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപ്തമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ അഭിവൃദ്ധിക്ക് നിമിത്തമായിട്ടുള്ളത് നമ്മൾ ആത്മാക്കളാണ്. എത്രത്തോളം നമ്മൾ ആത്മാക്കൾ ആത്മാഭിമാനിയാകുന്നുവോ അത്രത്തോളം ഈ വൃക്ഷം വളർന്നു വരുന്നു. എന്നാൽ ആത്മാഭിമാനിയാകുന്നതിന് നമ്മൾ കുട്ടികൾക്ക് പരിശ്രമമുണ്ട്. എന്തുകൊണ്ടെന്നാൽ മായയെ എതിർക്കേണ്ടി വരുന്നു. മായ നമ്മളുടെ ഉള്ളിൽ തന്നെ സർവവ്യാപിയായി ഉണ്ട്. ഈ സർവവ്യാപി മായയെ മാറ്റുന്നതിനാണ് നാം ആത്മാഭിമാനി ആകുന്നത്. ഈ ആത്മാഭിമാനി സ്ഥിതി വരുമ്പോൾ നമ്മൾക്ക് സന്തോഷം എപ്പോഴും ഉണ്ടാകും. സേവനവും നല്ല രീതിയിൽ മുന്നോട്ടു പോകും. അതുകൊണ്ട് ബാബ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾക്ക് ബാബയും സമ്പത്തും ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന തോണി അക്കരെ എത്തും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നിർമ്മാണത, അതായത് വിനയത്തിൻ്റെ ഗുണം ധാരണ ചെയ്യണം. അല്പം പോലും അഹങ്കാരത്തിൽ വരരുത്. മായയ്ക്ക് ഇളക്കാൻ സാധിക്കാത്ത തരത്തിൽ മഹാവീരനാകണം. 2. എല്ലാവർക്കും മന്മനാഭവയുടെ വശീകരണ മന്ത്രം കേൾപ്പിച്ചു കൊടുക്കണം. വളരെ സ്നേഹത്തോടും ക്ഷമയോടും എല്ലാവർക്കും ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. ബാബയുടെ സന്ദേശം എല്ലാ ധർമ്മത്തിലുള്ളവർക്കും നൽകണം.
ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, അല്പം പോലും അഹങ്കാരം ഉണ്ടാകരുത്, വിനയം തീർച്ചയായും ധാരണ ചെയ്യണം. മായയ്ക്ക് ഇളക്കാനോ ചഞ്ചലപ്പെടുത്താനോ സാധിക്കാത്ത തരത്തിൽ വളരെ ഉയർന്ന മഹാവീരനാകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയെ ഓർമ്മിക്കുക എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇതിനെയാണ് മന്മനാഭവ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ മന്മനാഭവ എന്ന മന്ത്രം എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടും എന്നാൽ ക്ഷമയോടും കൂടി എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് പുതിയ കാര്യങ്ങളാണ്. എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, പക്ഷേ കേട്ടിട്ട് കളയുകയാണ് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നവരാണ്. അതിനാൽ സ്നേഹത്തോടും ക്ഷമയോടും കേൾപ്പിച്ചു കൊടുക്കണം. ബാബയുടെ സന്ദേശം എന്നത് എല്ലാ ധർമ്മത്തിലുള്ളവർക്കും എല്ലാ രാഷ്ട്രക്കാർക്കും പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് ലോകത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കുമുള്ള സന്ദേശമാണ്. വരദാനം: കർമ്മത്തിലും ബന്ധത്തിലും രണ്ടിലും സ്വാർത്ഥഭാവത്തിൽ നിന്ന് മുക്തമായിരിക്കുന്ന ബാബയ്ക്ക് സമാനം കർമാതീതരായി ഭവിക്കട്ടെ. നിങ്ങൾ കുട്ടികളുടെ സേവനമാണ് എല്ലാവരെയും മുക്തമാക്കുക എന്നത്. മറ്റുള്ളവരെ മുക്തമാക്കി സ്വയം ബന്ധനത്തിൽ ബന്ധിക്കരുത്. എപ്പോഴാണോ പരിധിയുള്ള എൻ്റേത് എൻ്റേത് എന്നതിൽ നിന്ന് മുക്തമാകുന്നത്, അപ്പോൾ അവ്യക്തസ്ഥിതി അനുഭവിക്കാൻ സാധിക്കും. ഏതു കുട്ടികളാണോ ലൗകികത്തെയും അലൗകികത്തെയും കർമ്മത്തെയും ബന്ധത്തെയും രണ്ടിലും സ്വാർത്ഥഭാവത്തിൽ നിന്ന് മുക്തമായിരിക്കുന്നത്, അവരാണ് ബാബയ്ക്ക് സമാനം കർമാതീത സ്ഥിതി അനുഭവിക്കാൻ സാധിക്കുന്നത്. അതിനാൽ ചെക്ക് ചെയ്യൂ, എവിടം വരെ കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വേറിട്ടവരാകുന്നു, വ്യർത്ഥ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വശീഭൂതരാകുന്നതിൽ നിന്ന് മുക്തമായിരിക്കുന്നു. ഒരിക്കലും പഴയ സംസ്കാരമോ സ്വഭാവത്തിനോ വശീഭൂതരാകുന്നില്ലല്ലോ. നമ്മൾ ആത്മാക്കൾ എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നതിന് നിമിത്തമാണ്. ഇതിനായി നാം സ്വയം മുക്തരായിരിക്കണം. ഒരു ബന്ധനത്തിലും പെട്ടുകിടക്കരുത്. ബന്ധനമെന്നാൽ എൻ്റേത് എൻ്റേത് എന്ന ബന്ധനമാണ്. അത് ലൗകികത്തിലെ ആകട്ടെ അലൗകികത്തിലെ ആകട്ടെ, സ്വന്തം കർമ്മത്തിൻ്റെ ആകട്ടെ ബന്ധങ്ങളുടെ ആകട്ടെ അല്ലെങ്കിൽ വ്യർത്ഥ സ്വഭാവ സംസ്കാരങ്ങളാകട്ടെ, ഒന്നും തന്നെ എൻ്റേത് എന്ന ഭാവം വരരുത്, സ്വാർത്ഥതയുടെ ഭാവവും വരരുത്. എന്നാൽ മാത്രമേ ബാബയ്ക്ക് സമാനം കർമാതീത സ്ഥിതി അനുഭവിക്കാനും അനുഭവം നൽകാനും സാധിക്കുള്ളൂ. അതിനാൽ കർമ്മത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എത്ര വേറിട്ടവരായി, വ്യർത്ഥ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വശീഭൂതരാകുന്നതിൽ നിന്ന് എത്ര മുക്തമായി, പഴയ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വശീഭൂതരൊന്നുമാകുന്നില്ലല്ലോ, ഇതെല്ലാം ചെക്ക് ചെയ്യണം. സ്ലോഗൻ: സമാനരും സമ്പൂർണരും ആകണമെങ്കിൽ സ്നേഹസാഗരനിൽ ലയിച്ചിരിക്കണം. ബാബയ്ക്ക് സമാനവും സമ്പൂർണവും ആകുന്നതിന് നാം ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. സ്നേഹസാഗരനായ ബാബയുടെ ഓർമ്മയിൽ ലവ്ലീനായി സ്നേഹത്തിൽ ലയിച്ചിരിക്കണം. അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതി അനുഭവിക്കൂ. ഇപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിൽ ഈ ലക്ഷ്യം വയ്ക്കൂ: ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. നടക്കുമ്പോഴും തിരിയുമ്പോഴും ഫരിഷ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതി വർദ്ധിപ്പിക്കൂ. ഡീപ് സൈലൻസിലൂടെ അശരീരി സ്ഥിതി അഭ്യസിക്കൂ. സെക്കൻഡിൽ ഏത് സങ്കല്പങ്ങളെയും സമാപ്തമാക്കുന്നതിൽ സ്വഭാവ സംസ്കാരങ്ങളിൽ ഡബിൾ ലൈറ്റ് ആയിരിക്കൂ. ഓം ശാന്തി.